നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ബത്തേരി ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അന്വേഷിക്കും. ഉടമ്പടി രേഖയിൽ പേരുള്ള പീറ്റർ ജോർജിന്റെ മൊഴിയെടുത്തു. NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ വിവാദം കൊഴുക്കുന്നു. ആരോപണ വിധേയനായ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് CPM ആവശ്യം. നാളെ MLA ഓഫീസിലേക്ക് CPM മാർച്ച്. IC ബാലകൃഷ്ണന്റെ പേരടക്കം പരാമർശിച്ച വിജയൻ KPCC നേതൃത്വത്തിന് നൽകിയ കത്ത് ആയുധമാക്കി CPM. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് IC ബാലകൃഷ്ണന്റെ വിശദീകരണം. NM വിജയന്റെ ആത്മഹത്യ ആദ്യ സംഭവമല്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി K റഫീഖ്. മുൻപും ഒരു കോൺഗ്രസ് നേതാവ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. IC ബാലകൃഷ്ണനെതിരെ കേസെടുത്ത് സമഗ്രമായ അന്വേഷണം വേണമെന്നും K റഫീഖ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തോട് യാത്ര പറയുന്നു. കേരള രാജ്ഭവനോട് വിട പറഞ്ഞ് അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിച്ചു. കൊച്ചിയിൽ നിന്ന് വൈകുന്നേരം ഡൽഹിക്ക് പുറപ്പെടും. 2-ാം തീയതി ബീഹാർ ഗവർണറായി ചുമതലയിൽ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങുന്നത് സർക്കാരിന്റെ ഔദ്യോഗിക യാത്രയയപ്പില്ലാതെ. മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്നുള്ള ദുഃഖാചരണത്തെ തുടർന്നാണ് യാത്രയയപ്പ് ഒഴിവാക്കിയതെന്ന് സർക്കാർ വിശദീകരണം. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു. ജില്ലാ കളക്ടർ അനുകുമാരി, ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നിന്മേൽ തുടങ്ങിയവരും ഗവർണറെ യാത്രയാക്കാൻ രാജ്ഭവനിലെത്തി. മടങ്ങുമ്പോൾ മലയാളത്തിൽ നന്ദി പറഞ്ഞ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളവുമായി ബന്ധം തുടരും. കേരള സർക്കാരിന് എല്ലാവിധ ആശംസകളും നേരുന്നെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. യാത്രയയപ്പ് ലഭിക്കാത്തതിലും മറുപടി പറഞ്ഞ് ഗവർണർ. നമ്മുടെ രാജ്യം ദുഃഖാചരണത്തിലാണ്. അതുകൊണ്ട് മറ്റ് ചടങ്ങുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. P സദാശിവത്തെയുമായി താരതമ്യം ചെയ്യേണ്ടെന്നും പ്രതികരണം. കേരളത്തിൽ നിന്ന് മടങ്ങുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ടാറ്റ നൽകി SFI. പേട്ട പള്ളിമുക്കിൽ ഗവർണറുടെ വാഹനത്തിന് നേരെ കൈവീശി SFI പ്രവർത്തകർ. പാർട്ടിയിൽ RSS പശ്ചാത്തലമുള്ളവർ കടന്നു കയറുന്നതായി CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. ഭരണത്തിന്റെ തണലിൽ അഭയം തേടിയെത്തുന്നവരാണ് ഇവരെന്നും ഭരണം ഇല്ലാതാകുമ്പോൾ ഇവർ തിരിച്ചു പോകുമെന്നും പ്രതിനിധികൾ വിമർശനമുന്നയിച്ചു. റിപ്പോർട്ടിന്മേൽ ചർച്ച ഇന്നും തുടരും. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം. തിരുവല്ലയിലെ അടക്കം വിഭാഗീയത പരിഹരിക്കുന്നതിൽ ജില്ലാ നേതൃത്വത്തിന് വീഴ്ചയുണ്ടായി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പത്തനംതിട്ടയിലെ ചില നേതാക്കൾ അനാവശ്യ പ്രതികരണങ്ങൾ നടത്തിയെന്നും ആരോപണം. കണ്ണൂർ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും പ്രതിനിധികൾ ഉന്നയിച്ചു. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ പോലീസിനെതിരെയും വിമർശനം. പത്തനംതിട്ടയിലെ പോലീസ് സ്റ്റേഷനിൽ CPM-കാരനെങ്കിൽ ലോക്കപ്പും BJP-കാരെങ്കിൽ തലോടലും ഉറപ്പ് എന്നായിരുന്നു പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചത്. G സുധാകരനും EP ജയരാജനുമെതിരെ വിമർശനമുണ്ടായി. വിശ്രമ ജീവിതത്തിൽ ശ്രദ്ധ കിട്ടാൻ വായിൽ തോന്നുന്നത് പറയുന്ന G സുധാകരനെ നിയന്ത്രിക്കണം. EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതിനേക്കാൾ ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധമാണ് പ്രശ്നമെന്നും പ്രതിനിധികൾ വിമർശിച്ചു. പെരിയ ഇരട്ട കൊലപാതക കേസിൽ 10 പ്രതികളെ വെറുതെ വിട്ട CBI കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കുടുംബം. വെള്ളിയാഴ്ച ശിക്ഷാവിധി വന്നതിന് ശേഷമാകും അപ്പീൽ പോകുക. നിയമവിദഗ്ധരുമായി കുടുംബം കൂടിയാലോചന നടത്തി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങിൽ അനാദരവിന്റെയും കെടുകാര്യസ്ഥതയുടെയും പ്രകടനമാണ് നടന്നതെന്ന ആരോപണവുമായി കോൺഗ്രസ്. പാർട്ടിയുടെ മീഡിയ ആൻഡ് പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ പവൻ ഖേരയാണ് ആരോപണം ഉന്നയിച്ചത്. ദേശീയ പതാക കൈമാറുമ്പോഴും സല്യൂട്ട് നൽകുമ്പോഴും പ്രധാനമന്ത്രിയും മന്ത്രിമാരും എഴുന്നേറ്റില്ല. സിംഗിന്റെ കുടുംബത്തിന് ചിതയ്ക്ക് ചുറ്റും മതിയായ ഇടം നൽകിയില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാഹനവ്യൂഹം ശവസംസ്കാര ചടങ്ങുകൾ തടസ്സപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങൾ പവൻ ഖേര ഉന്നയിച്ചു. മൻമോഹൻ സിംഗിന്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP പോര് കനക്കുന്നു. സംസ്കാരം നടന്നിടത്ത് സ്മാരകം പണിയാൻ കഴിയാത്തതിന് പിന്നിൽ BJP-യാണെന്ന് കോൺഗ്രസ്. UPA സർക്കാരിന്റെ കാലത്തെ തീരുമാനമാണ് കാരണമെന്ന BJP-യുടെ മറുപടി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണാനന്തര ചടങ്ങുകൾ യമുന തീരത്ത് നടന്നു. ചിതാഭസ്മം യമുനയിൽ നിമജ്ജനം ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്തത് കുടുംബാംഗങ്ങൾ മാത്രം.
ദക്ഷിണ കൊറിയയിലെ വിമാന അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 179ആയി. മുവാൻ വിമാനത്താവളത്തിലാണ് 181 പേരുമായി വിമാനം തകർന്നു വീണത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ ബാങ്കോക്കിൽ നിന്ന് മുവാനിലേക്ക് പോവുകയായിരുന്ന ജെജു എയർ 2216 വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. ദക്ഷിണ കൊറിയയിൽ വിമാനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ മാപ്പ് പറഞ്ഞ വിമാന കമ്പനിയായ ജെജു നിർഭാഗ്യകരമായ സംഭവത്തിൽ തങ്ങൾ തല താഴ്ത്തി നിൽക്കുകയാണ്. സാധ്യമായതെന്തും ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞുവെന്നും ജെജു എയർവേ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട എയർ കാനഡ യാത്രാ വിമാനം ശനിയാഴ്ച രാത്രി ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്നും തെന്നിമാറുകയും ചിറകുകൾക്ക് തീ പിടിക്കുകയുമായിരുന്നു. വിമാനത്തിലെ യാത്രക്കാരൻ പകർത്തിയ വീഡിയോയിലൂടെയാണ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതും പുതുവത്സര റാലിയും റദ്ദാക്കി. കാർണിവൽ കമ്മിറ്റി നേരിട്ട് നടത്തുന്ന പരിപാടികളാണ് റദ്ദാക്കിയത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ഗാലാഡി കൊച്ചി വെളി മൈതാനത്ത് നിശ്ചയിച്ച പരിപാടികളിൽ മാറ്റമില്ല. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അടിയന്തര പരോളിന് ശ്രമിച്ച ഉത്ര വധക്കേസ് പ്രതി സൂരജ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിലെ ക്രമക്കേട് ജയിൽ അധികൃതർ കണ്ടെത്തിയതോടെ പ്രതിക്കെതിരെ കേസെടുത്തു. പൂജപ്പുര ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിലാണ് സൂരജിനെതിരെ കേസെടുത്തത്. അച്ഛന് ഗുരുതര അസുഖമെന്ന രേഖയുണ്ടാക്കിയാണ് പ്രതി പരോളിന് ശ്രമിച്ചത്. തിരുവനന്തപുരത്ത് വൻ നിക്ഷേപ തട്ടിപ്പ്. ഗ്രാവിറ്റി വെഞ്ചേഴ്സ് നിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിൽ 18 കോടി രൂപയാണ് തട്ടിയത്. തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ മാത്രം 17 പരാതികളാണ് ലഭിച്ചത്. സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിലായി. വിദേശ ടൂർ പാക്കേജിന്റെ മറവിലും സംസ്ഥാനത്ത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് സജീവം. യൂറോപ്യൻ പര്യടനത്തിന്റെ പേരിൽ സഞ്ചാരികളിൽ നിന്ന് പണം കൈപ്പറ്റിയ ശേഷമാണ് വിസ റിജക്റ്റായെന്ന പേരിൽ പണം തട്ടുന്നത്. തട്ടിപ്പിനിരയായി തലസ്ഥാനത്തെ യുവ സംരംഭകർ. തൃശൂർ തിരുവില്ലോമലയിൽ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ വയോധികയ്ക്ക് ദാരുണാന്ത്യം. തിരുവില്ലോമല സ്വദേശിനി ഇന്ദിരാദേവിയാണ് മരിച്ചത്. അമിത വേഗത്തിൽ വളവ് തിരിയുന്നതിനിടെയാണ് ഡോറിലൂടെ ഇന്ദിര തെറിച്ചു വീണത്. കോഴിക്കോട് മുക്കത്ത് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടി ബൈക്ക് യാത്രികന് ഷോക്കേറ്റു. തമ്പലമണ്ണയിൽ വെച്ചാണ് അപകടമുണ്ടായത്. സാബു സക്കറിയ, ഭാര്യ സിനി സാബു എന്നിവർ ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് അപകടം. പൊട്ടിയ വൈദ്യുതി ലൈൻ ഇവർ സഞ്ചരിച്ച ബൈക്കിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ഇരുവരെയും തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം വർക്കല വെട്ടൂരിൽ ലഹരി മാഫിയ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 4 പേർ അറസ്റ്റിൽ. വെട്ടൂർ സ്വദേശികളായ ഹായിസ്, നൂഹു, സെയ്ദാലി, ജസീം എന്നിവരാണ് പിടിയിലായത്. 5-ാം പ്രതി ആഷിർ നേരത്തെ പിടിയിലായിരുന്നു. വെട്ടൂർ തീരത്തെ ഷെഡിൽ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതക കാരണം. പാലക്കാട് ടൗണിൽ അറവുശാലയിലേക്ക് എത്തിച്ച പോത്ത് വിരണ്ടോടി. സമീപത്തെ ഹോട്ടലിലേക്കാണ് പോത്ത് പാഞ്ഞു കയറിയത്. 3 ഇരുചക്ര വാഹനങ്ങൾ കുത്തിമറിച്ചിട്ടു. ഫയർഫോഴ്സ് എത്തി അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പോത്തിനെ പിടിച്ചുകെട്ടിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. വിധവയുടെ പേരിൽ 35 ലക്ഷം രൂപയുടെ വ്യാജ വായ്പ എടുത്തതിലാണ് നടപടി. മുൻ മാനേജർ ബിജു കരീമിനെതിരെയാണ് കേസ്. മൂർക്കനാട് സ്വദേശി ജയ്ഷയുടെ പരാതിയിലാണ് നടപടി. ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഔദ്യോഗിക വിഭാഗവും വിമത വിഭാഗവും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. 4 വൈദികർക്കെതിരായ നടപടിയോടെയാണ് തർക്കം കൂടുതൽ രൂക്ഷമാകുന്നത്. വൈദിക വൃത്തിയിൽ നിന്ന് വിലക്കിയ നടപടി അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് വിമതപക്ഷം. എന്നാൽ പ്രത്യക്ഷ പ്രതിഷേധം നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ സന്ദർശിച്ച പാണക്കാട് സാദിഖലി തങ്ങൾ. തലശ്ശേരി ബിഷപ്പ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നും ഇത്തരം കൂടിക്കാഴ്ച കേരള സമൂഹത്തിന്റെ ഭാവിക്ക് ആവശ്യമെന്നും ജോസഫ് പാംപ്ലാനി.
ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ പല പ്രസ്താവനകളും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നതാണെന്ന് സാദിഖ് അലി തങ്ങൾ. മുനമ്പം വിഷയത്തിൽ സമുദായങ്ങൾ തമ്മിൽ ഇടർച്ചയുണ്ടാകാൻ പാടില്ലെന്നും സാദിഖ് അലി തങ്ങൾ. പ്രതികരണം തലശ്ശേരി ബിഷപ്പ് ഹൌസിലെത്തി കൂടിക്കാഴ്ച നടത്തിയ ശേഷം. 27 വർഷം മുമ്പ് പ്രഖ്യാപിച്ച കോതമംഗലം ശബരിപാത നടപ്പാകില്ലെന്നുറപ്പായതായി കോതമംഗലം മേഖലയിലെ ഭൂവുടമകൾ. പ്രതീക്ഷ നഷ്ടമായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ. 1997-98 ശബരിപാതയ്ക്ക് നിർമ്മാണ അനുമതി ലഭിച്ചതു മുതൽ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കിച്ച് പദ്ധതി നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ആരോപണം. ഗർഭാശയത്തിലെ മുഴ നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ സ്ത്രീ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന പരാതിയുമായി കുടുംബം. എറണാകുളം ചെറായി സ്വദേശിനി ബിന്ദുവിന്റെ മരണത്തിൽ എടവനക്കാട് ശ്രേയസ് ആശുപത്രിക്കെതിരെ മകൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ആവശ്യമായ എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ടെന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ആശി എന്ന യുവതി മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം. 1 വർഷം കയറിയിറങ്ങിയ ശേഷം ലഭ്യമായ ഫോറൻസിക് പരിശോധനാ ഫലം പോലും ആരോഗ്യവകുപ്പ് ബോധപൂർവ്വം മറച്ചുവെക്കുകയാണെന്ന് കുടുംബം. ആരോപണ വിധേയരായ ഡോക്ടർമാരെ രക്ഷിക്കാൻ സംഘടിത നീക്കം ആരോഗ്യവകുപ്പും പോലീസും ചേർന്ന് നടത്തുന്നതായി ആശയുടെ ഭർത്തൃപിതാവ് ശശി ന്യൂസ് 18നോട്. KSRTCക്ക് റെക്കോർഡ് ലാഭം. കഴിഞ്ഞ തിങ്കളാഴ്ച 54 ലക്ഷം രൂപയാണ് പ്രവർത്തന ലാഭം നേടിയത്. ഈ മാസം 24 വരെ 18 കോടി രൂപയുടെ ലാഭം KSRTC നേടി. അവധി ദിവസങ്ങൾ, മണ്ഡലകാലം എന്നിവ KSRTCക്ക് അനുകൂലമായി. തിരുവനന്തപുരത്ത് ശാന്തിഗിരി ഫെസ്റ്റിൽ നാളെ മുതൽ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് അവസരം. 7 മിനിറ്റ് ഹെലികോപ്റ്ററിൽ ചുറ്റിക്കറങ്ങാനാണ് അവസരം ലഭിക്കുക. പോത്തൻകോട് സമീപ പ്രദേശങ്ങളിലൂടെ 10 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ച് തിരികെ എത്താം. ഇന്നു മുതൽ ജനുവരി 3-ാം തീയതി വരെ രാവിലെ 8 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ആകാശയാത്രാ സൗകര്യം. പുതുവർഷത്തിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരാൻ എയർ കേരള എയർലൈൻ. സർവീസ് ആരംഭിക്കുന്നതിന്റെ ധാരണാപത്രം തിങ്കളാഴ്ച ഒപ്പുവെക്കും. കണ്ണൂർ, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്ന് എയർ കേരള സർവീസ് നടത്തും. ഇനി അന്താരാഷ്ട്ര വാർത്തകൾ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഗാസ മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു. ദോഹയിൽ ഹമാസ് നേതൃത്വവുമായി ഖത്തർ പ്രധാനമന്ത്രി ചർച്ച നടത്തി. കഴിഞ്ഞ ആഴ്ച ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ ദോഹയിൽ ഉണ്ടായി. ഹമാസ് പ്രവർത്തകരെ ലക്ഷ്യമിട്ട ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയതോടെ വടക്കൻ ഗാസയിൽ പ്രവർത്തിച്ചിരുന്ന ഏക ആശുപത്രിയായ കമാൽ അദ്വാൻ അടച്ചു. ആശുപത്രിയുടെ ഡയറക്ടർ ഡോക്ടർ ഹുസാം അബു സഫിയെ ഇസ്രായേൽ സൈന്യം പിടികൂടിയതായി ലോകാരോഗ്യ സംഘടന. ഇസ്രായേൽ സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വെള്ളിയാഴ്ച രാവിലെയാണ് ഇസ്രായേൽ സൈന്യം ആശുപത്രി വളഞ്ഞത്. യമൻ വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ലോകാരോഗ്യ സംഘടനാ തലവൻ. ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ നിന്ന് താനും സഹപ്രവർത്തകരും രക്ഷപ്പെട്ടതിനെക്കുറിച്ച് ടെഡ്രോസ് അദാനം തന്നെയാണ് വെളിപ്പെടുത്തിയത്. BBC റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കായുള്ള H-1B വിസയെ താൻ പിന്തുണയ്ക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. വിഷയത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംവാദത്തിൽ താൻ ഇലോൺ മസ്കിനൊപ്പമാണെന്നും ഡൊണാൾഡ് ട്രംപ്. വിഷയത്തിൽ യുദ്ധത്തിന് വരെ തയ്യാറാണെന്ന് മസ്ക് പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസമാണ് ട്രംപിന്റെ പ്രതികരണം. പെറുവിൽ ആഞ്ഞടിച്ച് ഭീമൻ തിരമാല. പെറുവിന്റെ വടക്കൻ മധ്യ തീരപ്രദേശങ്ങളിൽ ഇന്നലെയാണ് തിരമാല ആഞ്ഞടിച്ചത്. 13 അടി ഉയരത്തിലാണ് തിരമാല വീശിയത്. ഒരാൾ മരിച്ചതായി റിപ്പോർട്ട്. ദേശീയ വാർത്തകൾ. മധ്യപ്രദേശിലെ ഗുണ ജില്ലയിൽ കുഴൽക്കിണറിൽ വീണ 10 വയസ്സുകാരൻ മരിച്ചു. ഇന്നലെ വൈകുന്നേരം 6-നാണ് കുട്ടി കുഴൽക്കിണറിൽ വീണത്. 39 അടി താഴ്ചയിൽ വീണ കുട്ടിയെ ഇന്ന് രാവിലെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡൽഹിയിൽ കൊടും തണുപ്പും മൂടൽമഞ്ഞും തുടരുന്നു. ഇന്ന് രാവിലെ 12 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. പ്രദേശത്ത് ഇന്നും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലിപ്പഴം പെയ്യാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് കുളുവിലെ റിസോർട്ടിൽ കുടുങ്ങിയ 5000 വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തി പോലീസ്. സോളങ് നാലയിലെ സ്കീ റിസോർട്ടിലാണ് വിനോദസഞ്ചാരികൾ കുടുങ്ങിയത്. വിനോദസഞ്ചാരികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയെന്നും രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും കുളു പോലീസ്.
തിരുവണ്ണാമലയിലെ സ്വകാര്യ ഹോട്ടലിൽ ഒരു കുടുംബത്തിലെ 3 പേർ ഉൾപ്പെടെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെന്നൈയിലെ വ്യാസർപാടി നിവാസികളാണ് മരിച്ചത്. മോക്ഷം പ്രാപിക്കുമെന്ന വിശ്വാസത്താൽ 4 പേരും വിഷം കഴിച്ചു മരിച്ചെന്നാണ് റിപ്പോർട്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ തടാകമായ വുലാർ തടാകം തണുത്തുറഞ്ഞ നിലയിൽ. ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോരയിലെ മൈനസ് താപനിലയെ തുടർന്നാണ് തടാകത്തിലെ വെള്ളം തണുത്തുറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷമാണ് വുലാർ തടാകം ഇത്തരത്തിൽ മരവിച്ച നിലയിലാകുന്നത്. പ്രാദേശിക വാർത്തകൾ. കോന്നി കൊല്ലമ്പടിയിൽ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. മധ്യപ്രദേശ് സ്വദേശി അൽവന്ത് സിംഗ് ആണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 5 കിലോ കഞ്ചാവ് പിടിച്ചു. കണ്ണൂർ കരുവഞ്ചാലിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നതായി പരാതി. കരുവഞ്ചാൽ ടൗണിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലെ മലിനജലമാണ് പുഴയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി ഉയർന്നത്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് പുഴ സംരക്ഷണ പ്രവർത്തകർ. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ബിരിയാണി ഫെസ്റ്റുമായി KTDC. സംസ്ഥാന തലത്തിൽ KTDCയുടെ ആഹാർ റെസ്റ്റോറന്റുകളിലാണ് രുചിമേളം ഒരുക്കിയിട്ടുള്ളത്. കായംകുളം കൃഷ്ണപുരം KTDCയുടെ ബിരിയാണി ഫെസ്റ്റിന് തുടക്കമായി. ഈ മാസം 31 വരെയാണ് ഫെസ്റ്റ്. ഇരുമുടിക്കെട്ട് ഘോഷയാത്രയ്ക്ക് സ്വീകരണമൊരുക്കി കായംകുളം പുല്ലുകുളങ്ങര ജുമാ മസ്ജിദ്. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര അയ്യപ്പ സേവാ സമിതി മുഴങ്ങടിക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഇരുമുടിക്കെട്ട് ഘോഷയാത്രയ്ക്കാണ് സ്വീകരണമൊരുക്കിയത്. ഏറെ നേരം പള്ളിമുറ്റത്ത് തങ്ങിയ ഘോഷയാത്രാ സംഘം അവിടെ നിന്നും ഭക്ഷണം കഴിച്ച ശേഷമാണ് യാത്ര പുനരാരംഭിച്ചത്. പാലക്കാട് കൂടല്ലൂർ കൂട്ടക്കടവ് റെഗുലേറ്റർ നിർമ്മാണം പുനരാരംഭിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. റെഗുലേറ്ററിനോട് ചേർന്ന് ഒരുക്കുന്ന സംരക്ഷണ ഭിത്തി നിർമ്മാണം പുരോഗമിക്കും. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഔദ്യോഗിക പദയാത്രകൾ ഇന്ന് വൈകിട്ട് ശിവഗിരിയിൽ സംഗമിക്കും. വിവിധ പദയാത്രകളിലായി ആയിരങ്ങൾ ശിവഗിരിയിൽ എത്തിച്ചേരും. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ തുടക്കമാണ്. MTയുടെ ചിതാഭസ്മം ഇന്ന് തിരുനാവായിൽ നിമജ്ജനം ചെയ്തു. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായിലെ നിള നദിയിൽ ചിതാഭസ്മം ഒഴുക്കി. രാവിലെ കുടുംബം തിരുനാവായിലെത്തി അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച് ചിതാഭസ്മം നിളയിൽ ഒഴുക്കി. ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ അവസരം. 50 വയസ്സ് പൂർത്തിയാകാത്ത ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ടോ ദൂതൻ മുഖേനയോ ഹാജരായി ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ചേർത്തല എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷന്റെ കീഴിലുള്ള ഹോസ്റ്റലുകളിൽ ജോലി ഒഴിവ്. പുല്ലഴി, മുളങ്കുന്നത്തുകാവ്, ചാലക്കുടി എന്നീ വനിതാ ഹോസ്റ്റലുകളിലാണ് ഒഴിവ്. മേട്രൺ, വാർഡൻ, സ്വീപ്പർ, മെയിൻ കുക്ക്, കുക്ക് ഹെൽപ്പർ, വാച്ച്മാൻ എന്നീ തസ്തികകളിൽ താൽക്കാലികമായ നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. പ്രദേശവാസികളായ വനിതകൾക്ക് മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷനുമായി ബന്ധപ്പെടുക. കായിക വാർത്തകൾ. മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. 2ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 333 റൺസ് ലീഡ് നേടി. 4ാം ദിവസം കളി അവസാനിച്ചപ്പോൾ ഓസ്ട്രേലിയ 9 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺസ് എടുത്തിട്ടുണ്ട്. ബുംറ 4ഉം സിറാജ് 3ഉം വീതം വിക്കറ്റുകൾ വീഴ്ത്തി. നേരത്തെ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് 369 റൺസിന് അവസാനിച്ചിരുന്നു. നിതീഷ് കുമാർ റെഡ്ഡി 114 റൺസ് നേടി. ഗുകേഷിന് പിന്നാലെ ലോക ചെസ്സിൽ വീണ്ടും ചരിത്രം കുറിച്ച ഇന്ത്യ. ഫിഡെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കൊനേരു ഹംപി കിരീടം നേടി. വനിതാ വിഭാഗത്തിൽ 11ാം റൗണ്ടിൽ ഇന്തോനേഷ്യൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് ഹംപിയുടെ കിരീട നേട്ടം. 2019-ൽ മോസ്കോയിൽ കിരീടം നേടിയ ഹംപിയുടെ 2ാം ലോക റാപ്പിഡ് ചെസ് കിരീടമാണ് ഇത്. സന്തോഷ് ട്രോഫി സെമി ഫൈനലിൽ കേരളം ഇന്ന് മണിപ്പൂരിനെ നേരിടും. ഹൈദരാബാദിൽ രാത്രി 7:30-നാണ് മത്സരം. ഉച്ചയ്ക്ക് 2:30-ന് ആദ്യ സെമിയിൽ ബംഗാൾ സർവീസസിനെ നേരിടും.
ഊർജം മുതൽ വ്യോമയാനം വരെ കേന്ദ്രമന്ത്രിസഭയിലെ നിർണായകമായ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്തതിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവുമായാണ് 2019 സെപ്റ്റംബർ 6 സംസ്ഥാനത്തിൻ്റെ 22ാമത് ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിതനായത്. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ റിട്ടയർഡ് ജസ്റ്റിസ് പി സദാശിവവുമായി ഒന്നാം പിണറായി സർക്കാരിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയതോടെ അത് സമാനതകളില്ലാത്ത നേർക്കുനേർ ഏറ്റുമുട്ടലായി. നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയനിഴലിൽ നിർത്തി തുടർച്ചയായ പ്രസ്താവനകൾ, സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, SFIയുമായി തെരുവിൽ ഏറ്റുമുട്ടിയ നാടകീയ സംഭവങ്ങൾ, ഏറ്റവും ഒടുവിൽ ഇടത് സംഘടനകളുടെ ഗവർണർ ഗോബാക്ക് വിളികൾക്ക് നടുവിൽ കേരള സർവകലാശാല ആസ്ഥാനത്തെ സെമിനാർ ഉദ്ഘാടനം. പിന്നാലെ നീരസം വ്യക്തമാക്കി രാജ്ഭവനിലെ ക്രിസ്മസ് വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നതിൻ്റെ ചൂടാറ് മുമ്പാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ബീഹാർ ഗവർണറായുള്ള മാറ്റം. അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി സംസ്ഥാനത്തിൻ്റെ 23ാമത് ഗവർണറായി നിയമിതനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ബുധനാഴ്ച തലസ്ഥാനത്തെത്തും. 2-ാം തീയതിയാണ് രാജ്ഭവനിൽ അദ്ദേഹം ചുമതലയേൽക്കുക. സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങളെ വരിഞ്ഞു മുറുക്കാൻ കേന്ദ്ര സർക്കാർ ഗവർണർ പദവിയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണെന്ന ഇടത് സർക്കാരിൻ്റെ ആരോപണങ്ങൾക്കിടയിലാണ് ആകാംക്ഷ ഉണർത്തി രാജേന്ദ്ര അർലേക്കറുടെ കടന്നുവരവ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, അങ്ങനെ അദ്ദേഹം കേരളത്തോട് വിട പറയുകയാണ്, കേരളം വിടുകയാണ്, ഔദ്യോഗിക യാത്രയയപ്പില്ല. അത് പോകുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടോ, സംസാരിക്കാനുള്ള? അശ്വതി, ഒരു സാധ്യതകളും ഇല്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ രാജ്ഭവനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് രാജ്ഭവന് മുൻപിലാണ്. ഏതാണ്ട് 1 മണിക്കൂർ കൂടി കഴിയുമ്പോൾ 11 മണിയോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ സുരക്ഷാ വാഹന വ്യൂഹങ്ങളുടെ നടുവിൽ ഇവിടെ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തും. 12 മണിക്കാണ് അവിടെ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടുക. വൈകുന്നേരം 3:20 കൊച്ചിയിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയെന്നാണ് അദ്ദേഹത്തിന്റെ ചാർട്ട്. നമുക്കങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് 1-ാം തീയതി ആയിരിക്കും ബീഹാറിലെ പാട്നയിലെത്തുക. തുടർന്ന് 2-ാം തീയതി ചുമതലയേൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. കേരളത്തിന്റെ ഗവർണറായി ബീഹാറിൽ നിന്ന് ഇവിടേക്ക് എത്താൻ പോകുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും 1-ാം തീയതി തലസ്ഥാനത്തെത്തും. 2-ാം തീയതി ആയിരിക്കും അദ്ദേഹം രാജ്ഭവനിൽ ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കുക. മറ്റ് തരത്തിലുള്ള ഔദ്യോഗിക യാത്രയയപ്പുകളൊന്നുമില്ല. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ദുഃഖാചരണം നിലനിൽക്കുന്നതിനാലാണ് അത് മുഴുവൻ ഒഴിവാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, സർക്കാരും അദ്ദേഹവും തമ്മിൽ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ ഏറ്റുമുട്ടിയ നിരവധി സംഭവങ്ങൾക്ക് ഒടുവിലാണ് ഈ ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന്റെ ക്രിസ്മസ് വിരുന്ന് തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒഴിവാക്കുന്ന സാഹചര്യം, അതിൽ പങ്കെടുക്കാതെ നീരസം പ്രകടമാക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊടുവിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് യാത്രയാകുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ കൂടി കഴിയുമ്പോൾ അദ്ദേഹം ഈ രാജ്ഭവൻ വിട്ട് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഊർജം മുതൽ വ്യോമയാനം വരെ കേന്ദ്രമന്ത്രിസഭയിലെ നിർണായകമായ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്തതിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവുമായാണ് 2019 സെപ്റ്റംബർ 6 സംസ്ഥാനത്തിൻ്റെ 22ാമത് ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിതനായത്. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ റിട്ടയർഡ് ജസ്റ്റിസ് പി സദാശിവവുമായി ഒന്നാം പിണറായി സർക്കാരിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയതോടെ അത് സമാനതകളില്ലാത്ത നേർക്കുനേർ ഏറ്റുമുട്ടലായി. നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയനിഴലിൽ നിർത്തി തുടർച്ചയായ പ്രസ്താവനകൾ, സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, SFIയുമായി തെരുവിൽ ഏറ്റുമുട്ടിയ നാടകീയ സംഭവങ്ങൾ, ഏറ്റവും ഒടുവിൽ ഇടത് സംഘടനകളുടെ ഗവർണർ ഗോബാക്ക് വിളികൾക്ക് നടുവിൽ കേരള സർവകലാശാല ആസ്ഥാനത്തെ സെമിനാർ ഉദ്ഘാടനം. പിന്നാലെ നീരസം വ്യക്തമാക്കി രാജ്ഭവനിലെ ക്രിസ്മസ് വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നതിൻ്റെ ചൂടാറ് മുമ്പാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ബീഹാർ ഗവർണറായുള്ള മാറ്റം. അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി സംസ്ഥാനത്തിൻ്റെ 23ാമത് ഗവർണറായി നിയമിതനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ബുധനാഴ്ച തലസ്ഥാനത്തെത്തും. 2-ാം തീയതിയാണ് രാജ്ഭവനിൽ അദ്ദേഹം ചുമതലയേൽക്കുക. സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങളെ വരിഞ്ഞു മുറുക്കാൻ 5:30 തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ് നാടകത്തിന്റെ ആദ്യ പ്രദർശനം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി പകൽ വാർത്തയിൽ KP അഭിലാഷ് ചേരും. നമസ്കാരം. ഊർജം